ഇന്നലെ ചെറിയ ലേസ് അറ്റാച്ച് ചെയ്യണ കാണിച്ചില്ലേ? ഇന്ന് 1/2 ഇഞ്ചിൻ്റെ ഒരു ലേസ് അറ്റാച്ച് ചെയ്യണത് കാണിച്ചു തരാം കേട്ടോ. അകവും പുറമുള്ള ലേസ് ആണെങ്കിൽ ഇതേപോലെ തുണിയുടെയും ലേസിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വയ്ക്കുക. ഒരു 1/2 ഇഞ്ച് ഇതേപോലെ തുണി എക്സ്ട്രാ വിട്ടിട്ട് വേണം കേട്ടോ നമ്മൾക്ക് ലേസ് അറ്റാച്ച് ചെയ്യാനായിട്ട്. കോർണർ ഭാഗം വരുമ്പോൾ ഇതേപോലെ തന്നെ 1/2 ഇഞ്ചിൽ വെച്ച് നിർത്തിയിട്ട് ഇതേപോലെ ഒരു ടൂൾ വെച്ചിട്ട് ഇത് കണ്ടില്ലേ, ലേസ് ഇതേപോലെ ഒന്ന് ട്രയാങ്കിൾ പോലെ ഇരിക്കും ആ ഭാഗത്ത്, അതേപോലെ ഒന്ന് മടക്കി വെച്ചതിന് ശേഷം വേണം താഴേക്ക് അടിക്കാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ അവിടെ ഒരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തോട്ടാ. ഞാൻ കൊടുത്തില്ല, അതുകൊണ്ട് എനിക്ക് ഇത്തിരി കുറവ് വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് കുഴപ്പമില്ല, മടക്കി അടിക്കുമ്പോഴേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ എക്സ്ട്രാ ക്ലോത്ത് ഇതേപോലെ മടക്കി ഇതേപോലെ അടിച്ചു കൊടുക്കുക. ഈ സൈഡ് വരുമ്പോഴും അതേപോലെ തന്നെ മടക്കി അടിച്ചു കൊടുക്കുക. പ്രഷർ പൊക്കിയിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. സ്റ്റിച്ചിങ്ങിൻ്റെ ബേസിക് പോലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സംഭവം വളരെ എളുപ്പത്തിൽ പറഞ്ഞു കൊടുക്കുന്നത്. കോർണർ ഭാഗം വരുമ്പോൾ ഇതേപോലെ തന്നെ മടക്കിയിട്ട് താഴേക്ക് അടിച്ചു കൊടുക്കുക. ലേസ് അറ്റാച്ച് ചെയ്യണതിൻ്റെ പല മാർഗ്ഗങ്ങളിൽ ഒരു മാർഗ്ഗം കൊണ്ട് ഇവിടെ കാണിച്ചിരിക്കണം. ഇപ്പം അത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഇപ്പുറത്തെ സൈഡിലേക്ക് മടക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലേസ് ഓക്കെ. അപ്പോൾ പുറകുവശം ഇതേപോലെ ഇരിക്കും. അപ്പോൾ നമ്മൾ പുറകുവശത്ത് ആ മൂലവശം വരുമ്പോൾ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. സാധാരണ നമ്മൾ വക്കടിക്കുമ്പോഴൊക്കെ ചെയ്യാറില്ല ഇതേപോലെ. ആദ്യം തന്നെ മടക്കിയിട്ട് മുട്ടുസൂചി കൊത്തി കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇനി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ലേസിൻ്റെ അരികിലല്ല നമ്മൾ ചെയ്യണത്, 1/4 ഇഞ്ച് ഇതേപോലെ മാറ്റിയിട്ടിട്ടാണ് ചെയ്യണത്. മടക്കി താഴേക്ക് വെച്ചിരിക്കുന്ന തുണിയിലും സ്റ്റിച്ച് വരണമല്ലോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് നേരത്തെ ചെറിയൊരു അളവ് വ്യത്യാസം വന്നത്, അത് മടക്കി അടിച്ചപ്പോഴും ഞാൻ അങ്ങോട്ട് പരിഹരിച്ചു. കോർണർ ഭാഗമൊക്കെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടില്ലേ നോക്കിയാൽ. നിങ്ങൾ ചെയ്യുമ്പോൾ സെയിം നൂലിട്ട് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. വളരെ എളുപ്പമായിട്ടല്ലേ ഇത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. കുറച്ച് പേര് ഡൗട്ടായിരുന്നു, ഇപ്പോൾ അത് ക്ലിയർ ആയില്ലേ? അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ.